ഷൈനി എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് 750 ഗ്രാം ചിക്കനാണ്. അതിനുവേണ്ടി 2 സവാള എടുത്ത് അരിഞ്ഞ് ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ്. അത് അവിടെ കിടന്ന് പൊരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാലയ്ക്ക് വേണ്ട സാധനം ഈ പൊടികളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഡ്രൈ ലെമൺ മാത്രം ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ എടുത്ത് അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് പിന്നെ പൊടിച്ച് വെച്ച ബിരിയാണി മസാല, പുതിനയില, തക്കാളി, പൊടിച്ച് വെച്ച സവാള, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ച് സമയം എടുത്ത് നല്ല രീതിക്ക് എല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതിൽ. എന്നിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തുമായിരുന്നു കുറച്ച് വെന്തതിന് ശേഷം. അപ്പം ഗ്രേവി റെഡിയായി. അതിൻ്റെ മുകളിൽ റൈസ് ഞാൻ നോർമലി വേവിക്കുന്നത് ഗീ റൈസാണ് വേവിച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദം ചെയ്ത് വെക്കുക. അതിലോട്ട് പൊരിച്ച് വെച്ച സവാളയും അതുപോലെ തന്നെ നട്ട്സും നെയ്യ് ഒഴിച്ച് ഞാൻ അടച്ചങ്ങ് വെച്ചുമാണ്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ പൊരിക്കാം. ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ പെരിഞ്ചീരക പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ പുരട്ടി 1 മണിക്കൂറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം ദമ്മ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദമ്മ് പൊട്ടിച്ച് നോക്കുകയാണ്. നല്ല മണം വരും. നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വാപ്പ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കേൾക്കാം. എങ്ങനെയുണ്ടാപ്പാ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.